ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു അടിപൊളി സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ. അരിപ്പൊടി വെച്ച് ചെയ്യാവുന്ന ഏറ്റവും നല്ല എളുപ്പത്തിലുള്ളൊരു റെസിപ്പിയാണ് മലബാറുകാരുടെ സ്പെഷ്യൽ ചുക്കപ്പം. അപ്പം നമുക്ക് വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഇത് തയ്യാറാക്കുന്നതിനായി 2 കപ്പ് വെള്ളം ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് തിളച്ചതിന് ശേഷം ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 2 കപ്പ് അരിപ്പൊടി ചേർത്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അതേ അളവിൽ തന്നെ നമ്മൾ അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. നിങ്ങൾ ഏത് പാത്രത്തിലാണോ വെള്ളം എടുക്കുന്നത് അതേ പാത്രത്തിൽ തന്നെ നമുക്ക് ആ അളവിൽ തന്നെ പൊടിയും എടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 കപ്പ് അളവിൽ വെള്ളം ചേർത്തിട്ടുണ്ട്, 2 കപ്പ് അളവിൽ പൊടിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായി ഒന്ന് വാട്ടിയെടുക്കുക. ഇതുപോലെ നന്നായി ഒന്ന് വാട്ടിയെടുത്തതിന് ശേഷം നമുക്ക് ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇത് നന്നായി ചൂടാറുന്നത് വരെ കാത്തു നിൽക്കണ്ട. 1 മിനിറ്റോ 2 മിനിറ്റോ കഴിഞ്ഞ ശേഷം നമുക്ക് ഇതൊന്ന് നന്നായി കുഴച്ചെടുക്കാം. ഈ മാവ് ഒന്ന് ജസ്റ്റ് ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മുട്ട ചേർത്ത് കൊടുക്കണം. അത് ചേർത്ത് മുട്ടയും അതിൻ്റെ കൂടെ നമുക്ക് കരിഞ്ജീരകവും കൂടി ഒന്ന് ചേർത്തിട്ട് വേണം നന്നായിട്ട് കുഴച്ചെടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് 1 മുട്ടയാണ് ഇതിലേക്ക് ഞാൻ ചേർക്കുന്നത്, അതുതന്നെ ധാരാളം മതി. ഇത് കുഴച്ചെടുക്കുന്ന സമയത്ത് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കാതെ വേണം കുഴച്ചെടുക്കാൻ. മുട്ട ചേർത്താൽ മാത്രം മതി. വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഇത് പൊട്ടിത്തെറിക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഒട്ടും തന്നെ വെള്ളം ചേർക്കരുത്. ഇനി 1 ടീസ്പൂൺ കരിഞ്ജീരകം കൂടി ചേർത്തിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഞാനിതാ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഓരോ ചെറിയ ബോൾസ് പോലെ ആക്കിയിട്ട് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ ഒരു ഷേപ്പിലാക്കി എടുക്കണം. ബോൾസ് ആക്കുന്ന സമയത്ത് നമുക്ക് കയ്യിൽ കുറച്ച് ഓയിൽ തൊട്ട് കൊടുക്കണം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് ഓയിൽ എടുത്ത് വെക്കുക. കയ്യിലൊന്ന് ഓയിൽ തൊട്ടതിന് ശേഷം നമുക്ക് ഇതുപോലെ ചെറിയ പീസുകളായി ഒന്ന് ഉരുട്ടിയെടുത്തതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചുക്കപ്പത്തിൻ്റെ അതേ ഷേപ്പിലായി കിട്ടും. ചെറിയ ബോൾസ് തന്നെ ആക്കാൻ ശ്രദ്ധിക്കുക. വലുതായി കഴിഞ്ഞാൽ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയത്ത് ഉൾവശമൊന്നും വെന്തിട്ടുണ്ടാവില്ല. അതുകൊണ്ട് ചെറിയ ചെറിയ പീസുകളായി നമുക്ക് ഷേപ്പ് ചെയ്തെടുക്കാം. ഇത് പെട്ടെന്ന് കേടുവരാത്തൊരു സ്നാക്സ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇത് കുറച്ചധികം ഉണ്ടാക്കിയതിന് ശേഷം നമുക്ക് ഭരണിയിലോ കുപ്പിയിലോ ഒക്കെ ഇട്ട് സൂക്ഷിക്കാവുന്നതാണ്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ ആവശ്യമായ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഓയിൽ നന്നായി ചൂടായതിന് ശേഷം മാത്രമേ ചുക്കപ്പം ഇട്ട് കൊടുക്കാൻ പാടുള്ളൂ. ചുക്കപ്പം ഇട്ടതിന് ശേഷം 1-2 മിനിറ്റ് ഇളക്കാതെ വെക്കുക. ഇട്ട സമയത്തിന് ഇളക്കി കഴിഞ്ഞാൽ ചുക്കപ്പത്തിൻ്റെ ഷേപ്പൊക്കെ മാറി പൊട്ടി വരും. അതുകൊണ്ട് ഇളക്കാതിരിക്കുക. 1-2 മിനിറ്റിന് ശേഷം ചുക്കപ്പൊക്കെ ഒന്ന് വേർതിരിഞ്ഞ് വരും. ആ സമയത്ത് ഇളക്കി കൊടുക്കാം. ഇതിൽ നമ്മൾ കൂടുതൽ ഇൻഗ്രീഡിയൻസ് ഒന്നും ചേർത്തിട്ടില്ല. അതുകൊണ്ട് നമുക്കിത് പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്നൊരു സ്നാക്സാണ്. അതുമാത്രമല്ല കൂടുതൽ ദിവസം നമുക്ക് ഇത് വെച്ച് യൂസ് ചെയ്യാനും കഴിയും. ഒരു 4-5 മിനിറ്റോളം ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യമായിട്ട് വരും. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് 4-5 മിനിറ്റ് കഴിയുമ്പോഴേക്കും നമ്മുടെ ചുക്കപ്പത്തിൻ്റെ കളറൊക്കെ ഒന്ന് മാറി ലൈറ്റ് ബ്രൗൺ കളറായിട്ട് വരും. ആ സമയത്ത് നമുക്ക് ഇത് കോരിയെടുക്കാവുന്നതാണ്. ഇനി ബാക്കിയുള്ളത് കൂടി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് അരിപ്പൊടിയും 1 മുട്ടയും ഉണ്ടെങ്കിൽ നമുക്ക് ഒരു 3-4 ദിവസത്തേക്കുള്ള ചായക്കടി വേറെ നോക്കേ വേണ്ട. ഇത് മാത്രം മതി. നമുക്ക് ഉണ്ടാക്കിയെടുക്കാനും എളുപ്പമാണ്. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വളരെ ടേസ്റ്റിയാണ്, നല്ല ക്രിസ്പിയാണ്. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. കുപ്പിയിലൊക്കെ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ എടുത്തു കൊണ്ടുപോയി തിന്ന് കുപ്പി കാലിയാക്കി തരും. അത്രയും വളരെ നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം. താങ്ക് യു.